ഹരിത കേരളം, കാർഷിക കേരളത്തിന്റെ കണ്ണാടി. കൊയ്ത്തരിവാളും രാഗി മിനുക്കി പാടത്തെ തടി പെണ്ണാള് പൊന്നുവിളഞ്ഞൊരു കണ്ടം നിന്നെയും കാത്തു കിടക്കണ കണ്ടോടി. പൊൻവയൽ പൂക്കും കാലമായിതാ, കുന്നിറങ്ങി വാ കാറ്റേ കുളിരുമായി വാ. ഹരിതഭൂമിയിൽ വിളയും കനവുമായി നീ പച്ചമൂടും നീ വയലിൽ മാറും തുമ്പിയായൊന്നു മാറാ. പൊൻവയൽ പൂക്കും കാലമായിതാ, കുന്നിറങ്ങി വാ കാറ്റേ കുളിരുമായി വാ. കുറുകും കളിത്തത്തകൾ കിളിക്കൊഞ്ചലായി എന്നും ഹരിത കേരളം. സഹ്യഗരിമയും പുഴയും തീരഭംഗിയും വശ്യമോഹനം എന്നെന്നും ഹരിത കേരളം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കുരുമുളക് കേരളത്തിലെ സുഗന്ധവിള കൃഷികളിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒന്നാണ്. പൈപ്പരേസിയെ എന്ന സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്ന കുരുമുളകിന്റെ ഉൽപാദനത്തിലും ഉപയോഗത്തിലും മുൻനിരയിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. കേരളത്തിനു പുറമെ കർണാടകത്തിലും വ്യാവസായികമായി കുരുമുളക് കൃഷിയുണ്ട്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ്, ബാംഗ്ലൂർ തുടങ്ങിയ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ചുരുങ്ങിയ തോതിൽ കുരുമുളക് കൃഷി ചെയ്തു വരുന്നുണ്ട്. താങ്ങുകളിൽ പടർന്നു വളരുന്ന കുരുമുളക് ചെടിയുടെ ഉണങ്ങിയ മണികളാണ് സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിക്കുന്ന ലോകപ്രശസ്തമായ കറുത്ത പൊന്ന്. 70,600 മെട്രിക് ടൺ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിൽ 2,23,060 ഹെക്ടർ സ്ഥലത്താണ് കുരുമുളക് കൃഷി വ്യാപകമായി ചെയ്തുവരുന്നത്. ലോകവിപണിയിൽ ഏറെ ഡിമാൻഡുള്ള കറുത്ത പൊന്നിന്റെ വളർച്ചയ്ക്കും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി നിരന്തരമായി ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച സുഗന്ധവിള ഗവേഷണ കേന്ദ്രമാണ് കോഴിക്കോട്ടെ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം. ഭാരത സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം സുഗന്ധവിളകളുടെ വളർച്ചയ്ക്കും സുഗന്ധവിള കൃഷിയിലൂടെ കാർഷിക പുരോഗതിയും നേട്ടങ്ങളും ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് ഡയറക്ടർ VA പാർത്ഥസാരഥി പറഞ്ഞു. It initially started about 32 years ago in 1975, very small as a regional station of Central Plantation Crops Research Institute. Now the spices are very, very important because the Indian history is linked to the spices. The colonial rule to this country is linked to spices. Considering this, Indian Council of Agricultural Research established a regional station in 1975. Then considering the amount of research that this institute was doing initially as a center, they developed it subsequently into a national institute. Now it is called Indian Institute of Spices Research. Now what we are doing it is in this institute is to do research on about 10 important spices, primarily black pepper, ginger, turmeric, cardamom and vanilla. And we have got tree spices like nutmeg, cinnamon, cassia, and we also do research on vanilla. These researches lead to the development of a large number of varieties. So far we have developed 25 varieties. We have developed about 15 technologies
which include control of major diseases, which include the processes for making products, which also include transfer of our technology through our Agricultural Technology Information Center and Krishi Vigyan Kendra. This Krishi Vigyan Kendra transfers all the technologies that is developed in this institute to the farmers' fields. They are called as frontline demonstrations. So when we take this technology to the farmers' field, the farmers come out with some of their suggestions, and we refine this technology. After that, this technology is refined, we transfer it to the state agricultural department. ധാരാളം മഴയും ഈർപ്പവും മിതമായ ചൂടും അനുഭവപ്പെടുന്ന പശ്ചിമഘട്ട പ്രദേശങ്ങളാണ് കുരുമുളക് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. 50% സൂര്യപ്രകാശം ആവശ്യമുള്ള കുരുമുളക് ചെടി വെള്ളക്കെട്ടില്ലാത്ത പ്രദേശങ്ങളിൽ നന്നായി വളരുന്നതാണ്. ഒരു ഉഷ്ണമേഖല കൃഷിയായി അറിയപ്പെടുന്ന കുരുമുളക് ഇടവിള കൃഷിയായും കേരളത്തിൽ പ്രചാരം നേടിക്കഴിഞ്ഞു. സമുദ്രനിരപ്പിൽ നിന്നും 1500 മീറ്റർ വരെ ഉയരമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാവുന്ന കുരുമുളക് വിവിധതരം മണ്ണിൽ വളരുന്നതാണ്. ധാരാളം ജൈവാംശമുള്ള മണ്ണും ചരലും കലർന്ന ചുമന്ന ലാറ്ററൈറ്റ് മണ്ണാണ് ഏറെ അനുയോജ്യം. 4 മുതൽ 6 വരെ അമ്ലരസമുള്ള മണ്ണിലും കുരുമുളക് കൃഷി ചെയ്യാവുന്നതാണ്. നല്ല പരിചരണവും ശുശ്രൂഷയും ഉണ്ടെങ്കിൽ രോഗകീടബാധകൾ വളരെ കുറവായിരിക്കുമെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം. രൂപയുടെ വിലയിടിവും മറ്റുൽപാദക രാഷ്ട്രങ്ങളിൽ കുരുമുളക് വിളവ് കുറഞ്ഞതും ഇന്ത്യൻ കുരുമുളകിന് ഡിമാൻഡ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ കുരുമുളക് ഉൽപാദനത്തിന്റെ 16% ഇന്ത്യയിലാണ് വിളയുന്നത്. വിയറ്റ്നാമിലാണ് ഏറ്റവും കൂടുതൽ ഉൽപാദനം. വിയറ്റ്നാമിലെ കുരുമുളക് തോട്ടങ്ങളിൽ വ്യാപകമായ രോഗങ്ങൾ കണ്ടു തുടങ്ങിയതോടെ കർഷകർ റബ്ബർ, കാപ്പി കൃഷികളിലേക്ക് തിരിഞ്ഞതാണ് വിയറ്റ്നാമിലെ കുരുമുളക് കൃഷി കുറയാൻ പ്രധാന കാരണം. ഇന്ത്യയിലും റബ്ബർ വിലയുടെ വർധന കണ്ട് കൃഷികൾ നശിപ്പിച്ച് റബ്ബർ കൃഷിയിലേക്ക് തിരിയുന്നവരും കുറവല്ല. കൂടുതൽ ആദായം നോക്കി ഓരോ കാലഘട്ടത്തിലും കൃഷികൾ നശിപ്പിച്ച് ആ കാലഘട്ടത്തിലെ ആദായ കൃഷിയിലേക്ക് തിരിയുന്നതുകൊണ്ട് കർഷകർക്ക് കൂടുതൽ നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് കൃഷി വിദഗ്ധർ പറയുന്നു. വില കുറഞ്ഞ കുരുമുളകിന് ഇന്നുണ്ടായ വിലവർധന കുരുമുളക് കൃഷി കൂടുതൽ വ്യാപിപ്പിക്കാൻ സഹായിക്കും. കാർഷികവും വ്യാവസായികവുമായ മേഖലകളിൽ രാസവസ്തുക്കൾ അമിതമായി ഉപയോഗിക്കുന്നത് മൂലം കാലാവസ്ഥയിൽ വളരെയേറെ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൃഷികളെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ഇന്ത്യയോടൊപ്പം കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ മൂലം കൃഷി ഉൽപാദനം കുറഞ്ഞ രാജ്യമാണ് ഇന്തോനേഷ്യ. വിവിധ രാജ്യങ്ങളിൽ കുരുമുളക് ഉൽപാദനം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭാരതത്തിൽ കൂടുതലായും കുറയാത്തതിന് കാരണം ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിന്റെ സജീവമായ പ്രവർത്തനങ്ങളാണ്. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ടണ്ണിന് 16,000 മുതൽ 17,500 രൂപ വരെ വില കിട്ടുമെന്ന പ്രതീക്ഷയിൽ കുരുമുളക് ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കർഷകർ. എഴുപത്തഞ്ചോളം കുരുമുളക് ഇനങ്ങൾ കൃഷി ചെയ്യുന്ന ഇന്ത്യയിലെ മിക്ക ഇനങ്ങളും ദ്വിലിംഗ സസ്യങ്ങളാണ്. കേരളത്തിലേറെ പ്രചാരമുള്ളത് നാടൻ ഇനമായ കരിമുണ്ടയാണ്. ഇന്ത്യൻ കൃഷിഭൂമിയുടെ ഘടനയനുസരിച്ച് മികച്ച ഇനം കുരുമുളക് ചെടി ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടി ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തുന്ന ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൽ നാഗപതി സമ്പ്രദായത്തിലാണ് കുരുമുളക് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് സീനിയർ സയന്റിസ്റ്റായ ഡോക്ടർ KV സജി പറഞ്ഞു. കുരുമുളകിൻ്റെ ജനറ്റിക് ഡൈവേഴ്സിറ്റി കളക്ട് ചെയ്ത് കൺസർവ് ചെയ്യുകയാണ് മുഖ്യമായിട്ടും ഇവിടെ ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് നമ്മുടെ കുരുമുളക് ഉത്ഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏകദേശം 17 സ്പീഷീസുകൾ ഇവിടെ കണ്ടുവരുന്നു. ഇന്ത്യയിൽ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ രാജ്യങ്ങളിലും ആൻഡമാൻ നിക്കോബാർ വനങ്ങളിലുമാണ് വേറെ കുരുമുളക് കണ്ടുവരുന്നത്. ഇവ കുരുമുളകുകൾ ഇവിടെ കൊണ്ടുവന്ന് കളക്ട് ചെയ്ത് ഇവിടെ നമ്മൾ
സംരക്ഷിക്കുന്നു. ഇപ്പോൾ 2575 അക്സഷൻസ് ആണിപ്പോൾ ഇവിടെ ഉള്ളത്. കർഷകരുടെ ഫീൽഡിൽ നിന്നും ബാക്കി വനാന്തരങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന കുരുമുളക് ഇവിടെ നട്ടു വളർത്തി മറ്റ് രോഗങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവയെ നമ്മൾ ഇവിടെ കാണുന്ന ഷെഡുകളിലേക്ക് മാറ്റുന്നു. നാഗവതി മെത്തേഡ് അഥവാ സർപ്പൻറ്റൈൻ മെത്തേഡ് വഴി ആവശ്യമുള്ളത്ര എണ്ണം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവയെല്ലാം തന്നെ നമ്മൾ കൺസർവേഷൻ ഷെഡിൽ 10-20 ഓരോ അക്സഷൻ്റെയും 20 എണ്ണം വീതം ഇവിടെ സംരക്ഷിക്കുന്നു.